എന്താണ് നിങ്ങളുടെ സമരത്തിന് ആധാരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് 1952 തുടങ്ങിയ ഒരു കമ്പനിയാണ്. ഇതുവരെ ഒരു വിഷമവും ഇല്ലാണ്ട് പോയിക്കൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കമ്പനി പറഞ്ഞു ഈ കമ്പനി ഇവിടെ നടത്താൻ പറ്റില്ല, ചെറിയ സെക്യൂരിറ്റി പ്രശ്നങ്ങൾ കൊണ്ട്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും വേറെ സ്ഥലത്ത് പോയിട്ട് എറണാകുളം പോയിട്ട് ഇത് കോൺട്രാക്റ്റ് വെക്കണം. പക്ഷേ അതിനൊരു സമയപരിധിയോ കാര്യമൊന്നും അവർ തന്നില്ല. കോൺട്രാക്റ്റ് വിളിച്ചായിരുന്നു എറണാകുളം, പക്ഷേ അത് വിട്ട് അതിനൊരു നമ്മളെ വിളിക്കലൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് ശേഷം ഫോണിലോട്ടിന് വിളിച്ച് പറഞ്ഞു ഇങ്ങനെയുണ്ട്, ഇത് കമ്പനി ഇനി ഉണ്ടാവില്ല, അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയിട്ട് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് തീരെ സമയമോ കാര്യമോ ഒന്നും സൗകര്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഡപ്പോ ഇല്ല. ഇപ്പോഴും അവർ ഇടുന്ന നമ്മളെ പ്ലാനിങ്ങിൽ നമ്മളെ വണ്ടികൾ ഇടുന്ന വെച്ചിട്ട് ഇരുമ്പനത്ത് നിന്ന് എടുത്ത് കൊണ്ടുവരികയാണ്. ഇനിയും അതേപോലെ ഇത് കണ്ടിന്യൂ ചെയ്യണം എന്നാണ് നമ്മളുള്ള ആഗ്രഹം. എന്നുവെച്ചാൽ അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർക്ക് വേറെ ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ഇത്രയും കൊല്ലം കാലം ഇവിടെ നിന്നോണ്ടിരുന്ന ഒരു സംഗതി ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കമ്പനി അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിഷമം പിടിച്ച കാര്യമാണ്. അത് എത്രയോ ഒരു 10-30 വണ്ടികൾ ഓടുന്നുണ്ട്. അവരെ കുടുംബങ്ങൾ, അവരെ ക്ലീനർമാരുടെ കുടുംബങ്ങൾ, എത്രയോ ആൾക്കാർ ഇതുമായിട്ട് എഫക്റ്റ് ആവും. അവർക്ക് പെട്ടെന്ന് പോയിട്ട് അവിടെ പോയി താമസിക്കാനോ പിടിക്കാനോ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ലോഡ് എടുത്ത് കേരളം ഒട്ടാകെ പോകണം. അപ്പോൾ ഇവിടെയുള്ള ഒരാൾ ഇവിടെ താമസിക്കുന്ന അവിടെ പോയിട്ട് എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു കാലത്ത് നടക്കുന്ന കാര്യമല്ല പെട്ടെന്ന്. ഇപ്പോൾ ഈ ഡിപ്പോ പൂട്ടിയെന്ന് പറഞ്ഞാൽ ഇപ്പോഴ് ഒരു പെട്രോൾ ഒരു 8 വർഷം 9 വർഷമായിട്ട് പെട്രോൾ ഇവിടെ സെക്യൂരിറ്റി കാരണങ്ങളാൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പൂട്ടിയതിന് ശേഷം ഇവർക്ക് നടത്താൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ പെട്രോൾ കൊണ്ടുവരുന്നില്ല, അതാണ് വാസ്തവം. 8-9 വർഷമായിട്ട് ഇപ്പോൾ പെട്രോൾ ഞങ്ങൾ കോൺട്രാക്ടേഴ്സ് എറണാകുളം പോയിട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ പയ്യന്നൂർ കാസർഗോഡ് വരെ കൊടുക്കുന്നുണ്ട്, നടത്തിക്കൊണ്ടിരിക്കുക 8 വർഷമായി. ഇപ്പോൾ 6 മാസമായി 7 മാസമായിട്ട് ഡീസൽ ഇവിടെ വരുന്നില്ല. അപ്പോൾ ആക്ച്വലി എന്ന് വെച്ചാൽ ഇപ്പം ഡപ്പോ ഇല്ല. പക്ഷേ ഇവിടെ നമുക്കിപ്പോൾ ഓട്ടോ കിട്ടുന്നുണ്ട്. നമ്മളെ ആൾക്കാർ ജോലിക്കാർക്ക് വിഷമമില്ലാണ്ട് പോലും നമുക്ക് ജീവിക്കാം. എങ്ങനെ? അത് ഇവിടെ നിന്നുള്ള വണ്ടികൾ ഇവിടുന്ന് പ്ലാൻ ചെയ്തിട്ട് അവിടെ നിന്ന് കൊണ്ടുവരും. ഇരുമ്പനത്താണ് ഫില്ലിങ്. ഇരുമ്പനം വെച്ചാൽ എറണാകുളം. ഇപ്പം നമ്മളെ ഇതെന്ന് വെച്ചാൽ നമ്മളെ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ അവിടെ പോയിട്ട് വണ്ടി വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഇവർക്ക് കമ്പനി വിചാരിച്ചാൽ ഇവിടുന്ന് തന്നെ പ്ലാനിങ് ആക്കിയിട്ട് നമ്മളെ എന്നും അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ബട്ട് അത് കമ്പനി അത് ചെയ്യാറില്ല. എന്ത് സെക്യൂരിറ്റി കാരണം പറഞ്ഞിട്ടാണ് ഇത് അടക്കുന്നത്? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇതിൻ്റെ പെട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഡീസലിന് വലിയ പ്രശ്നമില്ല. പക്ഷേ കമ്പനി പറയുന്നത് അത് എക്സ്പ്ലോസീവ്സിൻ്റെ ലൈസൻസ് കിട്ടിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. പിന്നെ കമ്പനിക്ക് അതിൽ നമുക്ക് വാസ്തവം അറിയില്ല. അതാണ് അധ്യായമുണ്ട്. പിന്നെ പല കാര്യങ്ങളും പറയുന്നത് അതിന് നമ്മൾ പറയുന്നത് ശരിയല്ല. ഇത് റെയിൽവേക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ് ആദ്യം തുടങ്ങി. പക്ഷേ റെയിൽവേ ഇപ്പം പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ എന്ത് കാരണം കൊണ്ടാണ് ആ പ്ലാറ്റ്ഫോമിന് വേണ്ടി അത് വരണം. അപ്പോൾ അതും അവർക്ക് വേണമെന്നവരിപ്പം പറയുന്നില്ല. ഇപ്പോൾ എന്താവശ്യത്തിനാണ് ഇവരെ പൂട്ടുന്നതെന്നുള്ളത് ഇപ്പോൾ പെട്ടെന്ന് പൂട്ടുന്നുള്ള കാര്യം നമുക്കറിയില്ല. നമുക്ക് ഒരു 2 വർഷമായിട്ട് അവർ നീട്ടി തരുന്നുണ്ട്. പക്ഷേങ്കിൽ ഇത് പെർമനൻ്റായിട്ട് നമ്മളെ അങ്ങോട്ട് അയക്കുമ്പോൾ അതിനൊരു കറക്റ്റായിട്ടുള്ളൊരു സൊല്യൂഷൻ അവർ തന്നിട്ടില്ല. അതായത് ഇപ്പം നിങ്ങളുടെ ആവശ്യം ഇത് തുടർന്നും ഈ ഇന്ധനം നമുക്ക് കൊണ്ടുവരാൻ ഇവിടുന്ന് തന്നെ പ്ലാൻ ചെയ്തിട്ട് നമ്മളെ ഇന്ധനം ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു അവസരം കമ്പനി ഉണ്ടാക്കി തരണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് നമ്മൾ ഈ വണ്ടികളൊന്നും ചെയ്യാൻ പറ്റില്ല. ചർച്ച എന്തെങ്കിലും നടന്നിരുന്നു? പക്ഷേ അവർ നിർബന്ധം പറയുന്ന കമ്പനി നിങ്ങൾ അവിടെ പോയിട്ട് കോൺട്രാക്ട് എടുക്കും. കോൺട്രാക്ട് നമ്മൾ വെച്ചിട്ടില്ല. കോൺട്രാക്ട് അവർ വിളിച്ചിട്ടില്ല കണ്ണൂർ. അവിടെ പോയിട്ട് ഇരുമ്പനം കോൺട്രാക്ട് വിളിച്ചതിന് ശേഷമാണ് അവർ നമ്മളോട് ഫോണിലൂട്ടിനെ വിളിച്ചു പറയും നിങ്ങൾ അവിടെ പോയിട്ട്. അപ്പോൾ ഇത്രയും പഴക്കമുള്ള ഒരു കമ്പനി അവരെ നോംസ് പ്രകാരം അവർ നമുക്ക് റിട്ടേൺ ആയിട്ട് തരണം. ഇതുവരെ റിട്ടേൺ ആയിട്ട് അവർ കമ്പനി അയച്ചിട്ടൊന്നുമില്ല.
അതൊക്കെ ഒരു വലിയൊരു മൾട്ടിനാഷണൽ കമ്പനി എന്നാലും ഒരു ISO കമ്പനിയല്ലേ. അപ്പോൾ അപ്പോൾ നിങ്ങൾ സമരം തുടങ്ങാൻ കാരണം നിങ്ങൾക്കിപ്പോൾ ജോലി ഇല്ലാതാകുന്ന അവസ്ഥ വന്നു. അവസ്ഥ ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. അപ്പോഴേ അതിൻ്റെ 2-3 പ്രാവശ്യമായിട്ട് അത് നിർത്താൻ തീർച്ചയായിട്ടും നമ്മൾ ഈ സമരം കൊണ്ടും ബാക്കിയുള്ള മീറ്റിംഗ് കൊണ്ടും അവരിപ്പോൾ നീട്ടി ഇപ്പോൾ ഈ മാർച്ച് 31 വരെ കമ്പനി ലാസ്റ്റ് പറഞ്ഞിരിക്കുക. ഈ മാർച്ച് 31 കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ഏടി ഓട്ടോ ഇല്ല, നമ്മളൊക്കെ ഇത് വണ്ടി വെച്ച് നിങ്ങൾക്ക് ഈ ഡയറക്റ്റ് ഇരുമ്പനത്ത് പോയിട്ട് എടുക്കാനും കഴിയില്ല. അവർ പ്ലാനിങ് ഓഫീസ് ഇവിടെ പൂട്ടുന്നെന്നാണ് പറയുന്നത്. പ്ലാനിങ് ഓഫീസർക്ക് പറ്റില്ല, അവർക്ക് ഓരോ സ്റ്റാഫിനിടെ വെച്ചിട്ട് അത് മുതലാവില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയില്ല. എന്താ വെച്ചാൽ സെയിൽസ് ഓഫീസർ റെഡി എന്തായാലും വേണം. പിന്നെ ഒരു പ്ലാനിങ് എത്ര ജീവനക്കാർ, എത്ര തൊഴിലാളികളൊക്കെ ഉണ്ട്? ഇപ്പോൾ ഒരു എത്ര ഉണ്ടാവും മോനെ? 120 ആൾക്കാരോടുണ്ടാവും അവരുടെ കുടുംബത്തിന്. ഒരു പിന്നെ ക്ലീനറും ഇതായിട്ടും ബാക്കിയുള്ളത് വേറുമായിട്ടും ഏകദേശം 120 തൊഴിലാളികളുണ്ട്. അവരുടെ കുടുംബങ്ങൾ, കോൺട്രാക്ടേഴ്സും ഉണ്ടാവും ആ കൂട്ടത്തിൽ. അതാണ് ഇപ്പോൾ പ്രശ്നം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു 15-ാം തീയതി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. 14-ാം തീയതി ഒരു കളക്ടറുടെ ഒരു RDOൻ്റെ അടുത്ത് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ കമ്പനി പറഞ്ഞു 15-ാം തീയതി നമ്മളോട് പൂട്ടാനാണ് പറഞ്ഞത്. അപ്പോൾ RDO പറഞ്ഞ പ്രകാരം ഒരു 15 ദിവസം കൂടി കമ്പനി നീട്ടി തന്നിരിക്കുകയാണ്. അതുപോരാ, നമുക്ക് ഈ കോൺട്രാക്റ്റിൻ്റെ പീരീഡ് മുഴുവൻ നമുക്ക് തരണമെന്നാണ് നമ്മൾ ആവശ്യം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെ കോൺട്രാക്റ്റ് വിളിച്ചിട്ടില്ല, അവർ ഫോണിൽ മാത്രം പറയുകയാണ് ചെയ്തത്.